ഞാൻ ഹിന്ദിയിലെ ഒരു ബഹുമുഖിയെ പരിചയപ്പെടുത്താം. പല മുഖങ്ങൾ ഉള്ളതുകൊണ്ട്, കല ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നാം വിലയിരുത്തിയാൽ ചിലപ്പോൾ നമുക്ക് അബദ്ധം പറ്റിയേക്കാം. പഠിക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ ശ്രദ്ധിച്ചേ മതിയാകൂ. ശ്രദ്ധിക്കണമെങ്കിൽ നമ്മുടെ തലയ്ക്കകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും വേണം. അതുള്ളവർക്ക് മനസ്സിലാകും, എളുപ്പമാണ്. അപ്പോൾ ആരാണ് ഈ ബഹുമുഖി? അത് ടീക്കാണ്. എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് മറ്റു പേരുകൾ? അച്ഛ, ബഡിയ, ടീക് ടാക്ക്, സാഹി, ബരാബർ അങ്ങനെ നീളുന്നു. മനസ്സിലാക്കിയിരുന്നാൽ നമ്മുടെ ഹിന്ദി കൂടുതൽ മെച്ചപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ നമ്മളെ അത് സഹായിക്കും. മലയാളത്തിലാക്കിയാലോ? ശരി, നന്നായിരിക്കുന്നു, കൊള്ളാം, നല്ലതു തന്നെ, കുഴപ്പമില്ല, തെറ്റില്ല, മെച്ചമാണ്, ഇങ്ങനെ അങ്ങോട്ട് നീളുന്നു. ഒരാൾ പറഞ്ഞ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നു, ചേരുന്നു എന്ന് പറയുവാൻ നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാം. പേരൻസ് സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന ചിൽഡ്രനോട്, മക്കളെ സ്കൂളിൽ പോയിട്ട് തുണികൾ കൂടുതൽ വൃത്തികേടാക്കിക്കൊണ്ട് വരരുതേ, തുണിക്ക് കപ്പട എന്നാണ്. വിദ്യാലയ ജാക്കർ കപ്പടെ ഖരാബ് കർക്കെ നഹി ആന എന്ന് ഹിന്ദിയിൽ. നല്ല ചിൽഡ്രൻ ആണെങ്കിൽ ടീക്ക് പറയും, ടീക്ക് ഹേ, ശരി, ആ ശരി, ധ്യാൻ സെ കേലൂങ്ക, ശ്രദ്ധിച്ച് കളിച്ചോളാം. അപ്പോൾ പറഞ്ഞ ഒരു കാര്യത്തെ അനുസരിച്ചു കൊള്ളാം, ശ്രദ്ധിച്ചു കൊള്ളാം എന്ന് പറയുന്ന സമയത്ത് ടീക്ക് ഉപയോഗിക്കും. മറ്റൊരാളുടെ ശാരീരികമായ മാനസികമായ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചറിയുമ്പോൾ ഉപയോഗിക്കാം. തിങ്കളാഴ്ച രാവിലെ സ്കൂളിൽ വന്ന ഒരു സാറിനോട് മറ്റൊരു സാറ് ചോദിക്കുകയാണ്, ശനിയാഴ്ച വയ്യാതിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ, എങ്ങനെയുണ്ട് സാറേ ഇപ്പോൾ? അപ്പോൾ ആ സാറ്, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ സുഖമാണ്. അതിന് ടീക്ക് ചേർത്ത് പറയുമ്പോൾ, ശനിചാർക്കു ആപ്നെ ബോലാ താ തബിയത്ത് ഖരാബ് അബി കൈസാ ഹൈ, തോ ഉത്തരത്തിൽ പറയുന്നത് എന്താണ്? അബി ടീക്ക് ഹൂം, കൊള്ളാം, കുഴപ്പമില്ല, സുഖമാണ്. അബി ടീക്ക് ഹൂം, ഇപ്പോൾ സുഖമുണ്ട്. അബി ടീക്ക്, സുഖമാണ്. അപ്പൂപ്പൻ ചന്തയിൽ പോയിട്ട് വന്നപ്പോൾ കൊച്ചുമകൻ ഒരു പെൻസിൽ കൊണ്ട് കൊടുത്തു. അപ്പോൾ അവനൊരു സൗന്ദര്യ പിണക്കം, ഇഷ്ടപ്പെട്ടില്ല. അതും കൊണ്ട് അമ്മുമ്മയുടെ അടുക്ക ചെന്നിട്ട്, അമ്മുമ്മേ, എനിക്ക് ഈ പെൻസിൽ വേണ്ട, വേറൊന്ന് വേണം, അത് മാറി മേടിക്കണം. അപ്പോൾ അമ്മുമ്മ ചെറുക്കൻ്റെ നിർബന്ധം സഹിക്കാതെ വന്നപ്പോൾ അതും കൊണ്ട് പോയി കടയിൽ ചെന്നിട്ട് മാറി മേടിച്ചു കൊണ്ട് വന്നു. ഏ ടീക്ക്, ഇത് കൊള്ളാം, ചെറുക്കൻ പറയുകയാണ്. അപ്പോൾ ഒരു സാധനം നല്ലതല്ലെങ്കിൽ, ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ അത് മാറ്റിയെടുക്കുമ്പോൾ, അല്ലെങ്കിൽ മാറി കിട്ടുമ്പോൾ, ആ സമയത്ത് നല്ലതാണ്, കൊള്ളാം, തെറ്റില്ല എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയുമ്പോൾ ടീക്ക് പറയാം. അപ്പൂപ്പന്, വല്യച്ഛന് ദാദ, വല്യമ്മച്ചിയും അമ്മൂമ്മയും ഒക്കെ ആണെങ്കിൽ ദാദി എന്ന് പറയാം. കൊച്ചുമോനാണെങ്കിൽ പോത്ത, മോളാണെങ്കിൽ പോത്തി. ഒരു വീട്ടിൽ എന്നും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒരു ദിവസം അയൽവാസിക്ക് പടോസി ഗയ വീട്ടിൽ പോയിട്ട്, ഇത് നിങ്ങൾ ഒത്തിരി നാളായല്ലോ ഇങ്ങനെയൊക്കെയായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നല്ലോ, ഞങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇപ്പം, ഇത് എന്നും ആയപ്പോൾ ഒന്ന് ശാന്തമായിട്ട് ഇരുന്ന് കൂടെ. അപ്പോൾ അവർ മര്യാദക്കാരായതുകൊണ്ട് പറഞ്ഞാൽ ശരി, ഞങ്ങൾ ശ്രമിക്കാം എന്നൊക്കെ രണ്ടുപേരും കൂടെ പറഞ്ഞു അങ്ങ് പോയി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിലെ ചേച്ചി മറ്റേ ചേച്ചിയോട് ചോദിക്കുകയാണ്, ഇപ്പം എങ്ങനെയുണ്ട്? അബി ടീക്ക്, ഇപ്പോൾ ശരിയാണ്, വഴക്കൊന്നുമില്ല, സൗന്ദര്യപ്പിണക്കം എല്ലാം മാറി, ഇപ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾ ശാന്തമായിട്ടിരിക്കുന്നു. അപ്പോൾ സംഘർഷമായിരുന്ന ഒരവസ്ഥയിൽ സംഘർഷം മാറി ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം വരുമ്പോൾ, അതെന്തുകൊണ്ടായിക്കോട്ടെ, അപ്പോൾ അവിടെ ടീക്ക് ഉപയോഗിച്ച് പറയാം. അതിനർത്ഥം നേരത്തെ സംഘർഷമുണ്ടായിരുന്നു, സമാധാനമില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ എല്ലാം ശരിയാണ്, ടീക്ക്. അപ്പോൾ സാധനം മാറി മേടിക്കുമ്പോൾ, അസുഖം മാറുമ്പോൾ, അസമാധാനം മാറി സമാധാനം വരുമ്പോൾ, ഈ സാഹചര്യങ്ങളിലെല്ലാം ഇങ്ങനെ ടീക്ക് ഉപയോഗിച്ചിട്ട് പോസിറ്റീവായിട്ട് പറയാം. ഈ ഒരാളുടെ സ്വഭാവം നല്ലതാണ്, ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാം. അഭിപ്രായം ചോദിക്കുമല്ലോ ചിലർ, അവൻ എങ്ങനെയുണ്ട് അവൻ്റെ സ്വഭാവം? കൊള്ളാം, ടീക്ക്,
കുഴപ്പമൊന്നുമില്ല. ഓ ടീക്ക് ഓ ടീക്ക്. ഒരു ദിവസം യു അയ്യോട് എല്ലാവരും പ്രസന്റ് ടെൻസിൽ ആറിനോടാണ് കൂടെയാണല്ലോ. വിയും ദേയും യു എല്ലാവരും ഞങ്ങളെല്ലാവരും. നീ എന്തുകൊണ്ടാണ് ആമിൻ്റെ കൂടെ ആയിരിക്കുന്നത് എന്ന്. അപ്പോൾ പറഞ്ഞു, ഐ പറഞ്ഞു ഒ ബി ടിക്ക്. അതും കൊള്ളാം, ആമും കൊള്ളാം, ആറും കൊള്ളാം, ആമും കൊള്ളാം. ഒ ബി ടിക്ക് എ ബി ടിക്ക് സബ് ടിക്ക്. എന്തെങ്കിലും നല്ലതാണോ എന്ന് ചോദിക്കാൻ വഹ് ടീക്കേക്ക അല്ലെങ്കിൽ ക്യാ വഹ് ടീക്ക് നല്ലതാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അവൻ നല്ലതാണോ, അത് നല്ലതാണോ, ഇതെല്ലാം നല്ലതാണോ, അതെല്ലാം നല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ പറഞ്ഞ് നല്ലൊരു ആശയത്തോട് ശരിവെക്കാൻ വേണ്ടി ടീക്ക് പറയാം. നല്ല ആശയത്തിനെ പറയണം, അല്ലാതെ ചുമ്മാ നമ്മൾ ചിലരൊക്കെ കേട്ടിട്ടില്ലേ തത്ത പറയുന്നത് പോലെ. ഒരാൾ നല്ലൊരു കാഴ്ചപ്പാടാണെങ്കിൽ, നല്ലൊരു അഭിപ്രായമാണ് പറയുന്നതെങ്കിൽ അതിനെ ശരിവെക്കാൻ വേണ്ടിയിട്ട് ടീക്ക് പറയാം. ശരിയാണ്, സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ടീക്ക് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു കാര്യത്തിന്, നല്ലൊരു അഭിപ്രായത്തിന് ഒക്കെ വേണ്ടി മാത്രം ശരി പോസിറ്റീവായിട്ട് ഉപയോഗിച്ച് പറഞ്ഞു നോക്കാം. ഒരുത്തൻ, എടാ അവൻ കൊള്ളാം കേട്ടോ. അപ്പോൾ മറ്റൊരുത്തൻ, ശരിയാടാ, ഓ ടീക്ക്. ചിലരൊക്കെ വെറുതെ നല്ല കാര്യം ഉള്ള നല്ല ആൾക്കാരെ കുറ്റം പറയുമ്പോൾ മറ്റു ചിലരൊക്കെ അങ്ങനല്ലടാ, അവനാൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന പലരുമുണ്ട്. നൈ വൈസാ നെയ്യേ ഓ ടീക്ക്, അവൻ കുഴപ്പമൊന്നുമില്ല, അവൻ നല്ലവനാണെന്ന് അങ്ങനെ പോസിറ്റീവായി സപ്പോർട്ട് ചെയ്ത് പറയുന്നവരും ഒരുപാട് പേരുണ്ട്. അതൊക്കെ നല്ല സ്വഭാവമുള്ളവരുടെയും സന്തോഷമുള്ളവരുടെയും ലക്ഷണമാണ്. അങ്ങനെ എപ്പോഴും പോസിറ്റീവായി പറയാൻ നമുക്ക് ശ്രമിക്കാം, പറ്റുമെങ്കിൽ പറ്റട്ടെ. അപ്പോൾ എല്ലായിടത്തും തലകുലുക്കി ശരി വെക്കാതെ ശരി പറയേണ്ടയിടത്ത് ശരി പറയുന്നു, ടീക്ക് പറയേണ്ടയിടത്ത് ടീക്ക് പറയുന്നു, അല്ലെങ്കിൽ അല്ലാത്തയിടത്ത് കുറഞ്ഞ പക്ഷം മിണ്ടാതെങ്കിലും ഇരിക്കുക. വേണ്ടാത്തയിടത്തൊക്കെ കയറി താങ്ങാനും ശരിയാണെന്നും ടീക്കും പറയുന്നത് അവർക്കും നമുക്കും പിന്നീടത് ദോഷത്തിന് കാരണമാകും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുന്നതാണല്ലോ നമുക്കെല്ലാവർക്കും നല്ലത്. ചില പിള്ളേർക്ക് അച്ഛനോടും അമ്മയോടും ഒക്കെ നല്ല ബഹുമാനമായിരിക്കും. അപ്പോൾ അവർ ജി ചേർത്ത് ടീക്ക് പറയും. മോനെ ഇങ്ങനെ ചെയ്യല്ലേ കേട്ടോ, മോനെ അങ്ങനെ അങ്ങോട്ട് പോകല്ലേ കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഉപദേശങ്ങൾ നൽകുമ്പോൾ ജി മാ ജി പാ പറയും. ടീക്ക് ജി, ടീക്ക് മാ, तो जी माँ, जी ठीक है पा, जी ठीक है माँ, जी ठीक है पा, ठीक है जी माँ.